നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അമേരിക്ക ഇറാൻ യുദ്ധത്തിലെ ഏറ്റവും നിർണായക ഘടകമായി ഹോർമുസ് മാറിയതോടെ ലോകശ്രദ്ധ വെറും 21 മൈൽ മാത്രം വീതിയുള്ള ഈ കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ആഗോള ക്രൂഡ് ഓയിൽ വിപണിയെ നിയന്ത്രിക്കുന്ന നിർണായകമായ കടലിടുക്കിന്റെ നിയന്ത്രണം പൂർണ്ണമായി ഇറാന്റെ കൈകളിലേക്ക് പോവുകയാണോ? താൽക്കാലിക ഇടവേളയ്ക്കു ശേഷം ഇറാൻ അമേരിക്ക യുദ്ധം വീണ്ടും തുടങ്ങുകയും സമാധാന ഉറപ്പുകളൊന്നുമില്ലാതെ താൽക്കാലികമായി അവസാനിക്കുകയും ചെയ്തുവെങ്കിലും ലോകത്തിന്റെ ആശങ്ക ഒഴിയുന്നില്ല. ക്രൂഡ് ഓയിൽ വിപണിയെ നിയന്ത്രിക്കുന്ന ലോകത്തിന്റെ ഊർജ്ജനാഡിയാകുന്നതിന് മുൻപേ തന്നെ ഹോർമുസ് ആഗോള ശാക്തിക കളത്തിലെ നിർണായകമായ ഘടകമായിരുന്നു. പുരാതന കാലം മുതൽക്കേ ലോക വ്യാപാരത്തിന്റെ സുവർണ കവാടമായിരുന്നു ഹോർമുസ് കടലിടുക്ക്. ഇന്ത്യയിൽ നിന്നുള്ള സുഗന്ധവ്യഞ്ജനങ്ങളും ചൈനയിൽ നിന്നുള്ള പട്ടുവസ്ത്രങ്ങളും പശ്ചിമേഷ്യൻ മുത്തുകളുമെല്ലാം യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് എത്തിയിരുന്നത് ഹോർമുസ് കടലിടുക്കിലൂടെ തന്നെയായിരുന്നു. പുരാതന കാലത്ത് മഹാസാമ്രാജ്യങ്ങളും പിന്നീട് കൊളോണിയൽ കാലത്ത് പോർച്ചുഗലും ഇംഗ്ലണ്ടും ഹോർമുസിന്റെ അധികാരം പിടിച്ചെടുക്കുകയും ലോക വ്യാപാരം നിയന്ത്രിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹോർമുസ് പിടിക്കുക എന്നാൽ ലോക വ്യാപാരത്തെ നിയന്ത്രിക്കുക എന്ന് തന്നെയാണ് ഇന്നും അർത്ഥം. യുദ്ധത്തിനു മുൻപ് പ്രതിദിനം ശരാശരി 100-ലധികം വാണിജ്യ കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോയിരുന്നു. ഇങ്ങനെ ഹോർമുസിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് സർവീസ് ചാർജ് എന്ന നിലയ്ക്ക് പണം ഈടാക്കാനാണ് ഇറാന്റെ നീക്കം. ഹോർമുസ് ഇറാന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാകുന്നത് ഇസ്രയേലിനെ ഭയപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ്? അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ അടിവേരറുക്കാൻ ഹോർമുസ് വഴിയൊരുക്കുമോ? ഹോർമുസ് കടലിടുക്ക് അടച്ചതായി ഇറാനും യമനിലെ വിമാനത്താവളം ആക്രമിച്ചതിനു പകരമായി സൗദിക്കെതിരെ ചെങ്കടലിൽ ഹൂതികൾ നാവിക ഉപരോധം പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ ആഗോള വ്യാപകമായി ഇന്ധന വിലകളും ഉയർന്നു. അമേരിക്കയ്ക്കൊപ്പം ചേർന്ന് ഇറാഖിലെ ഇറാൻ പ്രോക്സി ഗ്രൂപ്പുകളെ ആക്രമിക്കാൻ സൗദി അറേബ്യയും കൂട്ടുചേർന്നതോടെ ഗൾഫ് മേഖലയിലാകെ വിശാലമായ യുദ്ധത്തിന്റെ ഭീതിയും ശക്തമായി. ഗൾഫ് മേഖലയുടെ രാഷ്ട്രീയ ഭൂപടം എന്നേക്കുമായി മാറ്റിമറിച്ച ഇറാൻ അമേരിക്കൻ യുദ്ധം അവസാനിപ്പിക്കാനും മേഖലയിലെ സമാധാനം എന്നേക്കുമായി ഉറപ്പിക്കാനും തുടക്കമിട്ട 14 ഇന പരസ്പര ധാരണാപത്രം അപ്രസക്തമായി. ഹോർമുസിന്റെ നിയന്ത്രണം ഏറ്റെടുത്തെന്ന് പ്രഖ്യാപിച്ച അമേരിക്ക ഗാർഡിയൻ ഏഞ്ചൽ ഓഫ് ദി സ്ട്രേറ്റ് എന്ന് സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള തെക്കൻ മേഖലയിലൂടെ കടന്നുപോയ കപ്പലുകൾ ഇറാൻ ആക്രമിച്ചതോടെ ഹോർമുസിലെ കപ്പൽ ഗതാഗതം ഏറെക്കുറെ നിശ്ചലമാണ്. സമാധാന കരാർ ഒപ്പുവെച്ച 60 ദിവസങ്ങൾക്ക് ശേഷം കപ്പലുകളിൽ നിന്ന് ഇറാൻ ടോൾ ഈടാക്കുന്നതിനോട് അമേരിക്കയ്ക്ക് ആദ്യഘട്ടത്തിൽ അനുകൂല നിലപാടായിരുന്നുവെങ്കിലും ടോൾ ഈടാക്കുക ചൈനീസ് കറൻസിയിലോ ക്രിപ്റ്റോ കറൻസി പോലുള്ള ഡിജിറ്റൽ രൂപത്തിലോ ആയിരിക്കും എന്ന ഇറാന്റെ കർശന നിലപാടാണ് ഒപ്പുവെച്ച കരാർ ഉപേക്ഷിക്കാൻ അമേരിക്കയെ പ്രേരിപ്പിച്ച പ്രധാന ഘടകം. ടോൾ ഡോളറിൽ വാങ്ങാൻ അമേരിക്ക നിർബന്ധിച്ചുവെങ്കിലും ഡോളറിന് മേലുള്ള അമേരിക്കൻ നിയന്ത്രണം കാരണം ഭാവിയിലും ഇറാന്റെ സമ്പത്ത് മരവിപ്പിച്ചേക്കാം എന്ന ആശങ്ക കൊണ്ടാണ് ഇറാൻ ചൈനീസ് യുവാനെ കൂട്ടുപിടിച്ചത്. അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന ഉപരോധങ്ങളുടെ ഫലമായി വിവിധ രാജ്യങ്ങളിലായി 10,000 കോടി ഡോളറോളം മൂല്യം വരുന്ന ഇറാന്റെ സ്വത്തുക്കൾ മരവിപ്പിച്ചിരുന്നുവല്ലോ. ഇറാന്റേത് അമേരിക്കൻ ഡോളറിനെതിരായ നീക്കമാണെന്ന വിലയിരുത്തലിലാണ് അമേരിക്ക. അതിനാൽ ടോൾ ഈടാക്കിയാലും ചൈനീസ് യുവാനിലോ ക്രിപ്റ്റോ കറൻസിയിലോ വാങ്ങാൻ ഇറാനെ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് അമേരിക്ക. ഇറാന്റെ ടോളിന് പകരമായി ഹോർമുസിൽ അമേരിക്കയും ടോൾ ഏർപ്പെടുത്താൻ നീക്കം നടത്തിയിരുന്നു. എന്നാൽ ഗൾഫ് രാജ്യങ്ങൾ ഇതിനെതിരെ രൂക്ഷമായി പ്രതികരിച്ചതോടെ ടോൾ പരിപാടി ട്രംപ് ഉപേക്ഷിച്ചു. പകരം അനുനയത്തിന്റെ ഭാഗമായി ഗൾഫ് രാജ്യങ്ങളിൽ അമേരിക്ക വൻ നിക്ഷേപം നടത്തുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതം സുഗമമായി നടക്കണമെന്നും പുറത്തുനിന്നുള്ള ഇടപെടൽ അംഗീകരിക്കാനാകില്ല എന്നുമാണ് മിക്ക ഗൾഫ് രാജ്യങ്ങളുടെയും നിലപാട്. ഇരു രാജ്യങ്ങളും പാകിസ്ഥാന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ വെടിനിർത്തലിലേക്ക് എത്തിയതോടെ ഗൾഫ് മേഖലയിൽ സമാധാനം സാവകാശം പിച്ചവെച്ചു വരികയായിരുന്നു. എന്നാൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമനേയുടെ കബറടക്ക ചടങ്ങ് ആ സമാധാന നടപടികളെ അവതാളത്തിലാക്കി എന്ന് പറയാം. ജൂലൈ 3 മുതൽ 9 വരെ നീണ്ടുനിന്ന കബറടക്ക ചടങ്ങ് ലോകത്തെ ഏറ്റവും അധികം ആളുകൾ നേരിട്ട് പങ്കെടുത്ത സംസ്കാര ചടങ്ങായി മാറിയിരുന്നു. വിഭജിച്ചു നിന്ന ജനതയിൽ നിന്ന് പ്രതിരോധത്തിന്റെ ഏക മനസ്സിലേക്ക് ഇറാന്റെ ജനസമൂഹങ്ങളെ ഒന്നിപ്പിക്കാൻ ഖമനേയുടെ സംസ്കാര ചടങ്ങ് വഴിയൊരുക്കി. ഇറാന്റെ ക്ഷണമനുസരിച്ച് മിക്ക ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികളോ അവരുടെ പ്രതിനിധികളോ ചടങ്ങിൽ പങ്കെടുത്തു. ഇതുകൂടാതെ ലോകത്തെ ഒട്ടേറെ രാജ്യങ്ങളുടെ നേതാക്കളും പ്രതിനിധികളും മതമേലധ്യക്ഷന്മാരും വിവിധ രാജ്യങ്ങളിലെ സമൂഹ മാധ്യമ ഇൻഫ്ലുവൻസർമാരും ഈ ചടങ്ങിൽ പങ്കെടുത്തു. ഇതോടെ ജനവികാരം ഇറാന് അനുകൂലമായി മാറി. ഒരു ജനഹിത പരിശോധനയായി കബറടക്ക ചടങ്ങിലെ ജനസമുദ്രത്തെ ഇറാൻ ലോകത്തിനു മുന്നിലേക്ക് അവതരിപ്പിച്ചു.
സാമ്പത്തിക പ്രതിസന്ധിയും ജനകീയ പ്രക്ഷോഭങ്ങളും നേരിട്ടിരുന്ന ഇറാനിയൻ ഭരണകൂടത്തിന് തങ്ങളുടെ അടിത്തറ ഇപ്പോഴും ശക്തമാണെന്നും ജനകീയ പിന്തുണ തങ്ങൾക്കുണ്ടെന്നും ലോകത്തെ ബോധ്യപ്പെടുത്താൻ സാധിച്ചു. കബറടക്ക ചടങ്ങിൽ ഉടനീളം ഡൊണാൾഡ് ട്രംപിന്റെയും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും കോലങ്ങൾ ജനക്കൂട്ടം കത്തിക്കുകയും തൂക്കിലേറ്റുകയും ചെയ്തിരുന്നു. ജൂൺ അവസാനത്തോടെ അമേരിക്കൻ ആക്രമണങ്ങൾ നിലച്ചതോടെ ഇറാനും ആക്രമണം നിർത്തിയിരുന്നു. എന്നാൽ ജൂലൈ 28-ന് അപ്രതീക്ഷിതമായി ജോർദാനിലെ അമേരിക്കൻ താവളം ഇറാൻ ആക്രമിക്കുകയും ഒട്ടേറെ US യുദ്ധവിമാനങ്ങളടക്കം തകർക്കുകയും ചെയ്തു. ഒട്ടേറെ അമേരിക്കൻ സൈനികരും ഇറാന്റെ അപ്രതീക്ഷിത ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. തുടർന്നായിരുന്നു ഇറാന് സർവ്വസന്നാഹത്തോടെയുള്ള തിരിച്ചടി നൽകുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം. രണ്ടാം ലോക യുദ്ധത്തിനു ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണമാണെന്നാണ് ട്രംപ് അതിനെ വിശേഷിപ്പിച്ചത്. എന്നാൽ ഇറാനിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ നേർക്ക് ആക്രമണമുണ്ടായാൽ ഗൾഫ് മേഖലയിലെ മറ്റു രാജ്യങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളും തകർക്കുമെന്ന് ഇറാനും ഭീഷണി മുഴക്കിയിരുന്നു. ഇതിന് പിന്നാലെ അപ്രതീക്ഷിതമായി അമേരിക്ക ആക്രമണ പദ്ധതി പിൻവലിച്ചതോടെ സമാധാന പ്രതീക്ഷകൾ ലോകമെങ്ങും ഉയർന്നിട്ടുണ്ട്. എന്നാൽ സമാധാനം പ്രതീക്ഷിച്ചിട്ടല്ല, തന്ത്രപരമായ തോൽവിയെ ഭയന്നാണ് അമേരിക്ക ആക്രമണം ഉപേക്ഷിച്ചതെന്നാണ് സൂചനകൾ. അമേരിക്കൻ ആയുധപ്പുരകൾ അപകടകരമായ നിലയിൽ ഒഴിഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. ടോമഹോക്ക് മിസൈലുകളുടെയും ആക്രമണ പ്രതിരോധ സംവിധാനമായ പാട്രിയറ്റ് മിസൈലുകളുടെയും എണ്ണം കുത്തനെ കുറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. വെറും 800 പാട്രിയറ്റ് മിസൈലുകൾ മാത്രമാണ് അമേരിക്കൻ ആയുധപ്പുരകളിൽ അവശേഷിക്കുന്നത്. എന്നാൽ ഇറാൻ സമാധാന ചർച്ച ആവശ്യപ്പെട്ടതുകൊണ്ട് ആക്രമണം ഉപേക്ഷിക്കുന്നു എന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. ഇറാൻ ഈ പ്രസ്താവന തള്ളിക്കളഞ്ഞു. ഇതിന് പിന്നാലെ ഹോർമുസിന്റെ നടത്തിപ്പ് സംബന്ധിച്ച് ഇറാനും ഒമാനും ചർച്ച നടത്തുകയും ഇറാന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു കരാറിൽ എത്തിയെന്നും സൂചനയുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെ മിക്ക അമേരിക്കൻ താവളങ്ങളും അടച്ചുപൂട്ടിയ നിലയിലാണ്. ഇറാഖിലെ താവളം അമേരിക്ക എന്നേക്കുമായി ഉപേക്ഷിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. സുരക്ഷിതമെന്ന് അമേരിക്ക വിശ്വസിച്ചിരുന്ന ജോർദാനിലെ താവളത്തിനും കാര്യമായ നാശം സംഭവിച്ചു കഴിഞ്ഞു. ഹോർമുസിൽ അമേരിക്കൻ സൈന്യത്തിന്റെ പരിമിതിയും ആയുധങ്ങളുടെ കുറവും കൃത്യമായി മനസ്സിലാക്കിയതോടെ സമാധാന വിലപേശലിൽ ഇറാൻ ശക്തമായ നിലയിലായി കഴിഞ്ഞു. അതിനാൽ തന്നെ ഹോർമുസിൽ ഇറാന്റെ നിയന്ത്രണം തൽക്കാലം അംഗീകരിക്കുകയേ അമേരിക്കയ്ക്കും ഗൾഫ് രാജ്യങ്ങൾക്കും ചെയ്യാനാകൂ. ഹോർമുസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം കൈക്കലാക്കുക വഴി കേവലം ഒരു തന്ത്രപ്രധാന ജലപാത മാത്രമല്ല, മറിച്ച് വൻ ശക്തികളുടെ സാമ്പത്തിക ഭൂപടം തന്നെയാണ് ഇറാൻ മാറ്റിമറിക്കുന്നത്. അമേരിക്കൻ ഡോളറിന് പകരമായി ചൈനീസ് യുവാനും ഡിജിറ്റൽ കറൻസിയും ടോൾ ഇനത്തിൽ സ്വീകരിക്കാനുള്ള ഇറാന്റെ നീക്കം ദശകങ്ങളായി തുടരുന്ന ഡോളറിന്റെ മേധാവിത്വത്തിനും US ഉപരോധ രാഷ്ട്രീയത്തിനും ഏൽപ്പിച്ച കടുത്ത പ്രഹരം തന്നെയാണ്. മധ്യപൂർവേഷ്യയിൽ അമേരിക്കയുടെ നാവിക ശക്തിയും പ്രതിരോധ വ്യൂഹങ്ങളും നേരിടുന്ന അപ്രതീക്ഷിത തിരിച്ചടികളും ആയുധ ശേഖരത്തിലെ കുറവും മേഖലയിലെ സഖ്യരാഷ്ട്രങ്ങളെ പോലും പുനർവിചിന്തനത്തിന് പ്രേരിപ്പിക്കുന്നു. ഉപരോധങ്ങളുടെയും ഭീഷണികളുടെയും ഭാഷ ഇനി ഹോർമുസിൽ ഫലപ്രദമല്ലെന്ന് വ്യക്തമാക്കുന്ന ഈ പുതിയ ശാക്തിക സമവാക്യം അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ഏകധ്രുവ ആധിപത്യത്തിന് അന്ത്യം കുറിക്കുന്ന നിർണായക വഴിത്തിരിവായി മാറിയേക്കാം. മലയാളി വാർത്ത ഇൻസൈഡ്.